ഒരു കുക്കിംഗ് റെസിപ്പി ജ്യൂസാണ്. കുക്കിംഗ് റെസിപ്പി ആയിട്ട് പേര് ഫുഡിൻ്റെ, പക്ഷെ ഒന്ന് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, വാട്ടർമെലൺ ജ്യൂസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? വാ. നമ്മൾ വാട്ടർമെലൺ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കളയാണ്ട് വാട്ടർമെലൺ അരിഞ്ഞു വെച്ചു. അതിനൊപ്പം ബാക്കി വന്ന കുറച്ച് ഷമാമ ഉണ്ടായിരുന്നു. കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ജ്യൂസല്ല. അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സംഭവം, മാങ്ങ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മാങ്ങയല്ല, ഇത് ഷമാമാണ്. തണ്ണിമത്തൻ്റെ മാതിരി തന്നെ ഇരിക്കും, ഒരു ഷമാമ. മിക്സി ജാർക്ക് ഇത് തട്ടിക്കുട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഷടപടേന്ന് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും മിക്സി ജാർ വെച്ച് ഇതുപോലെ തന്നെ ഓരോ റൗണ്ട് ചെയ്യണം. നമുക്കിത് കഴുകി എടുത്തിട്ട് ഒരു അരിപ്പ് എടുക്കുക, സ്പൂൺ എടുക്കുക. ഇത് അരിച്ച് ഇരിക്കും ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിടണത്. അരിച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് സ്ഥലം വരുമ്പോൾ ജ്യൂസി ആകുമ്പോൾ കിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി അടിച്ചെടുക്കണം. ഇതുപോലെയാണ് ഇപ്പോൾ. പൊതുവേ ജ്യൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണം. ഞാൻ ഷമാമുള്ളതിൻ്റെ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ. പൊതുവെ എല്ലാവർക്കും ഇതുണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ ഇട്ടതാണ്. എന്നിട്ട് നമ്മൾ ജ്യൂസ് ആക്കി എടുത്ത് നമുക്ക് അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. അടിഞ്ഞു കിട്ടാത്ത ഭാഗം കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങൾ അരയാത്തതുണ്ട്, അതൊക്കെ നമുക്ക് ഒരു റൗണ്ട് കൂടി അരിപ്പയിൽ അങ്ങോട്ട് തട്ടി മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അതിൽ കിട്ടിയ വെള്ളം നമ്മൾ ഇരിക്കി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിൽ ഷുഗർ ഇടാണ്ട് മധുരമുള്ള നല്ല ഒരു തണ്ണിമത്തനാണ് എടുത്ത്. നമ്മൾ ഷുഗർ ഇടുന്നില്ല, നോ ഷുഗർ. ഷമാമ അരി വെച്ചാൽ അതിൻ്റെ കാര്യം തീർന്നു, നമുക്ക് കുത്തിയെടുത്ത് തിന്നാൽ മതി. നമ്മൾ ജ്യൂസൊന്നും അടിക്കുന്നില്ലാത്ത രണ്ട് ഷമാമ നമ്മൾ കുറേ നേരം എടുത്ത് അരിഞ്ഞിച്ച് കുഞ്ഞൊരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അര പീസുള്ള രണ്ടാണ് ജ്യൂസ് അടിക്കാത്ത, ഫുൾ പീസ് ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിലും സ്വാദാണ്. തണ്ണിമത്തനിൽ കട്ടകളില്ലെങ്കിലും ഉണ്ടെങ്കിൽ സ്വാദാണ് കേട്ടോ. അപ്പോൾ പിന്നത്തെ റൗണ്ട് ഇട്ടു കേട്ടോ നമ്മളിതിന്ന്. ഇപ്പോൾ തന്നെ ഇത്രയായി. അടിച്ചുടക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഇച്ചിരി കഴിഞ്ഞാൽ അടിച്ചെടുക്കാറുള്ളൂ, പെട്ടെന്ന് തന്നെ തീരും, അധികം വെയിറ്റ് ഒന്നും വേണ്ട, അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനത്തെ റൗണ്ട്, ഞങ്ങൾ കുറച്ച് തണ്ണിമത്തൻ അരിഞ്ഞുണ്ട്, പക്ഷെ അത് 3 റൗണ്ട് കിട്ടില്ല, നിങ്ങൾക്ക് 4 റൗണ്ട്, അങ്ങനെ കുറേ റൗണ്ട്. എത്ര തണ്ണിമത്തനുണ്ടോ അത് തീരുന്നവരെ എത്ര വേണമെങ്കിലും അടിക്കാം. ഞങ്ങൾ അരിഞ്ഞു വെച്ചത് ഇത്ര വേണ്ടി, നമ്മൾ 3 റൗണ്ടാണ് ഏകദേശം വരിക നമ്മൾ നോക്കി പറയാണ്. അപ്പോൾ ഒരു റൗണ്ട് നമ്മൾ കഴിഞ്ഞു നോക്കിയിട്ട് വരാം. നമ്മുടെ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ അരിച്ചെടുക്കുകയാണ്. നമ്മൾ ഇരിക്കി ഒഴിച്ച് രണ്ട് മുകളിൽ കൂടെ ഇങ്ങനെ തുള്ളിയായിരിക്കുക, ഇതായിരിക്കുമ്പോൾ അടിയിൽ കൂടെ വരിക, നല്ല രസം തെളിക്കണം. നന്നായിട്ട് സ്പൂൺ കൊണ്ടിട്ട് അളക്കുക. ഇപ്പോൾ തന്നെ ഇതിൻ്റെ പകുതി ആയിട്ടോ, 2 റൗണ്ടെങ്കിലും അടിച്ചപ്പോഴേക്കും. അപ്പോൾ കുറച്ചും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു. 14 പീസ് ഇനിയുണ്ട്. അപ്പോൾ ഇത്രയും പീസിന് ബാക്കിയുള്ളത് അത് ഒറ്റ റൗണ്ടിൽ കൂടെ നമുക്ക് തീർക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സംഭവങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടോ. ഇതിനാകെ ഇച്ചിരി പണിയുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തീർക്കാം നമുക്ക്. പെട്ടെന്ന് നല്ല ഗസ്റ്റ് എങ്ങാനും വന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ജ്യൂസ് ഈ ഒരു ജ്യൂസാണ് കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങ വെള്ളം അതുപോലെ തന്നെയാണ്. നമ്മൾ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ നാരങ്ങ വെള്ളത്തിൻ്റെ ലൈക്കൊക്കെ തരികയാണെങ്കിൽ ജ്യൂസിൻ്റെ പരിപാടി ഇനിയും വരും. അതിന് വെച്ച് വേറെയും വരും കേട്ടോ. നമ്മുടെ ചാനൽ അവസാനിക്കുന്നില്ല. എൻ്റെ പേര് ഇപ്പോൾ ദേവനന്ദ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ലൈക്ക് തരണം കേട്ടോ ഗൈസ്. മാക്സിമം ഒരു 10 ലൈക്ക് മിനിമം കിട്ടുകയാണെങ്കിൽ, 10-60 കുറച്ച് ലൈക്ക്, അല്ലെങ്കിൽ ഒരു 50 ലൈക്ക്, അങ്ങനെ കുറച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പരിപാടി ഇനിയും തുടങ്ങും കേട്ടോ ഗൈസ്. നമ്മുടെ 3ാമത്തെ റൗണ്ട് അടിച്ച് കഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇത് ഫുള്ളായി തീർന്നത്.
അപ്പോൾ നമ്മുടെ സാധനം റെഡി. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട സംഭവം റെഡി ഇട്ടാ ഗായ്സ്. നമ്മൾ കുടിച്ചു നോക്കണില്ല, ഇപ്പം തന്നെ നമ്മൾ ഓഫാക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ചേട്ടാ ബൈ ബൈ. അടുത്ത ചാനലിൽ നമ്മുടെ ഇതിനും വരും. ഇതിന് സബ്സ്ക്രൈബും ലൈക്കും കിട്ടണം. മാക്സിമം ഒരു 10 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ജ്യൂസിൻ്റെ വീഡിയോ ഇനിയും വരും. ബൈ ബൈ.